നമസ്കാരം. ക്ഷേത്രവിശേഷങ്ങളിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ചാണ്. ആലപ്പുഴ ജില്ലയിൽ പമ്പാനദിയുടെ തീരത്തോട് ചേർന്ന ചെങ്ങന്നൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ പുരാതന ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1500 വർഷങ്ങൾക്ക് മുൻപ് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ പണി കഴിയിപ്പിച്ചത് ചെങ്ങന്നൂർ ഭരിച്ചിരുന്ന വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരാണ്. ദക്ഷിണ കൈലാസമെന്നും മോക്ഷക്ഷേത്രമെന്നും ഇവിടം അറിയപ്പെടുന്നു. തപസ്സിന്റെയും വേദപഠനത്തിന്റെയും ആത്മീയ സാധനയുടെയും കേന്ദ്രമായിരുന്ന ഇവിടെ മഹർഷികളും യോഗികളും രാജാക്കളും ദൈവസാന്നിധ്യം തേടി എത്തിയിരുന്നു എന്നാണ് വിശ്വാസം. കിഴക്കോട്ട് ദർശനമരുളുന്ന ശ്രീ മഹാദേവനും പടിഞ്ഞാറ് ദർശനമായി സാക്ഷാൽ ആദിപരാശക്തി സ്വയംവര പാർവതിയായും ഭഗവതി കാളിയായും സതീദേവിയായും ഇവിടെ വാണരുളുന്നു. ഉപദേവതകളായി വിഘ്നേശ്വരൻ, ദക്ഷിണാമൂർത്തി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, നാഗദേവതകൾ, ശ്രീകൃഷ്ണൻ, സ്ഥലേശൻ, ഗംഗാദേവി, നീലഗ്രീവൻ, ചണ്ഡികേശൻ, ഹനുമാൻ എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വഴി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററും ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ താഴെയുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. സ്വകാര്യ വാഹനത്തിൽ എത്തുന്നവർക്കായി ക്ഷേത്രത്തിനു മുന്നിൽ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ്. ക്ഷേത്ര ഐതിഹ്യം: ശിവപാർവതി വിവാഹവേളയിൽ ദേവീദേവന്മാരുടെ ഭാരം കാരണം ഭൂമി ചരിഞ്ഞപ്പോൾ അഗസ്ത്യമുനിയെ തെക്കുഭാഗത്തായി ഇരുത്തുന്നു. ഉയരം കുറഞ്ഞ അദ്ദേഹത്തെ ദേവന്മാർ സംശയിച്ചെങ്കിലും ക്ഷോണാദ്രിയിൽ, അതായത് ചെങ്ങന്നൂർ, തപസ്സനുഷ്ഠിച്ച് അദ്ദേഹം ഭൂമിയെ നേരെ നിർത്തുന്നു. തന്റെ ദിവ്യദൃഷ്ടിയാൽ വിവാഹം ദർശിച്ച അഗസ്ത്യമുനിയെ കാണാൻ ശിവപാർവതിമാർ ഭൂമിയിലെത്തുകയും അവിടെ വെച്ച് ഋതു ഉണ്ടായ പാർവതിക്ക് ഋതുശാന്തി വിവാഹം നടത്തുകയും ചെയ്യുന്നു. അവിടെയാണ് ശക്തിതീർത്ഥം എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. കുളത്തിന്റെ അടിത്തട്ടിൽ അഗസ്ത്യന്റെ ഹോമകുണ്ട അവശിഷ്ടങ്ങൾ ഇന്നും ബാക്കിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അഗസ്ത്യന്റെ അപേക്ഷ പ്രകാരം സ്വയംഭൂവായി ശിവപാർവതിമാർ ചെങ്ങന്നൂർ അവതരിച്ചു. ഇതാണ് കുന്നത്ത് മഹാദേവ ക്ഷേത്രം. മൂലക്ഷേത്രമായ ഇവിടം ദർശിക്കാതെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്ര ദർശനം പൂർത്തിയാവില്ല. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ദാർശനിക ശക്തി അർദ്ധനാരീശ്വര സങ്കല്പമാണ്. ഇവിടെ ശിവനും പാർവതിയും 2 പ്രതിഷ്ഠകളല്ല, ഒരേ ദൈവിക ശക്തിയുടെ 2 ഭാവങ്ങളാണ്. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരല്ല, പകരം പൂർണ്ണത നേടുന്നത് ഒരുമിച്ചാണെന്ന ആഴമുള്ള സന്ദേശമാണ് ഈ ക്ഷേത്രം നൽകുന്നത്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തെ ലോകമെങ്ങും പ്രശസ്തമാക്കിയ അത്ഭുത വിശ്വാസമാണ് ദേവിയുടെ തൃപ്പൂത്താറാട്ട്. ഒരു മനുഷ്യ സ്ത്രീയെ പോലെ ദേവിക്കും മാസവിരതി സംഭവിക്കും എന്ന വിശ്വാസം. 3 ദിവസം അടച്ചിടുന്ന ക്ഷേത്രത്തിൽ ശുദ്ധികർമ്മങ്ങളും വിശേഷ പൂജകളും നടത്തുന്നു. തുടർന്ന് 4-ാം ദിവസം മഹാദേവ സമേതം തൃപ്പൂത്താറാട്ടായി ദേവി എഴുന്നള്ളുന്നു. ദേവി തന്റെ വിശ്രമജീവിതം കഴിഞ്ഞ് വീണ്ടും ഭക്തരുടെ ദുഃഖങ്ങളും പ്രാർത്ഥനകളും കേൾക്കാൻ തയ്യാറായി വരുന്നു എന്നാണ് വിശ്വാസം. തുടർന്നുള്ള 12 ദിവസങ്ങളിൽ ദേവീ ദർശനത്തിന് ഉത്തമമായി കരുതപ്പെടുന്നു. ഈ സമയത്തെ ഹരിദ്ര പുഷ്പാഞ്ജലി വഴിപാട് ക്ഷേത്രവിശേഷതയാണ്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടികയറി മകരമാസത്തിലെ തിരുവാതിര വരെയുള്ള 28 ദിവസത്തെ മഹോത്സവം, പ്രതിമാസ ഉത്രം നാളിലെ ഉത്രം തൊഴിൽ, നവകാഭിഷേകം, നവരാത്രി ഉത്സവം, വിദ്യാരംഭം, കുംഭമാസത്തിലെ ശിവരാത്രി, ചിത്രപൗർണമി എന്നിങ്ങനെ ആണ്ടുവിശേഷങ്ങൾ നീളുന്നു. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ തൃപ്പൂത്താറാട്ട് ഒരാചാരമോ അത്ഭുതമോ മാത്രമല്ല, മനുഷ്യജീവിതത്തെ സമഗ്രമായി സ്വീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവിക സന്ദേശമാണ്. ശരീരത്തിന്റെ മാറ്റങ്ങളും മനസ്സിന്റെ വേദനകളും ജീവിതത്തിന്റെ സ്വാഭാവിക ഘട്ടങ്ങളാണെന്നും അവയെ നിഷേധിക്കാതെ അംഗീകരിക്കുമ്പോഴാണ് ആത്മാവ് മോക്ഷത്തിലേക്ക് ഉയരുന്നതെന്നും ഈ ഐതിഹ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ദൈവത്തെ മാത്രമല്ല മനുഷ്യനെ തന്നെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ആത്മീയ പാഠശാലയായി ഇന്നും നിലകൊള്ളുന്നു. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ ഒരു ആരാധനാലയം മാത്രമല്ല,
പകരം മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ ചക്രവും, അതായത് ജനനം, വളർച്ച, ശരീരപരിവർത്തനം, വേദന, മരണം, ഒടുവിൽ മോക്ഷം വരെ ദൈവീകതയോടെ വിശദീകരിക്കുന്ന ഒരു ആത്മീയ ദർശനമാണ്. ചരിത്രവും ഐതിഹ്യവും ദാർശനികതയും സാമൂഹ്യബോധവും ഒരുമിച്ച് നിലകൊള്ളുന്ന അപൂർവമായ ഒരു ദൈവ സാന്നിധ്യമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ദൈവത്തെ ആകാശത്തേക്ക് അകറ്റി നിർത്താതെ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും ആന്തരികമായ ഘട്ടത്തിലേക്ക് ചേർത്തു വയ്ക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിൻ്റെ ആത്മീയ ചിന്തയുടെ തന്നെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഒരു വിശ്വാസ സ്ഥലം മാത്രമല്ല, മനുഷ്യജീവിതത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ചുള്ള ഒരു ആത്മീയ ഗ്രന്ഥം തന്നെയാണ്. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആഴമുള്ള കഥകൾ അറിയാൻ ക്ഷേത്രവിശേഷങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്തേ.